ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വാട്സപ്പിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ 5 ട്രിക്സ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏറ്റവും പുതിയ ട്രിക്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് മുൻപേ അറിയുന്നതാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ തെറി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ട്രിക്സ് തന്നെയാണ്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാമെന്നാണ്. ഇത് നമ്മുടെ നോർമലായിട്ട് ലൊക്കേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പരിപാടിയല്ല. നമ്മളിടുന്ന സ്റ്റാറ്റസിലും നമ്മൾ അയക്കുന്ന വീഡിയോസിലും നമ്മൾ അയക്കുന്ന ഫോട്ടോസിലും ഒക്കെ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. സോ അത് കാണുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നമ്മളൊരു വീഡിയോ അയച്ചു, ആ വീഡിയോയിൽ നമ്മളൊരു ലൊക്കേഷൻ കൊടുത്തു. ആ ലൊക്കേഷൻ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് അവർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ മാപ്പിലൂടെ നോക്കാൻ സാധിക്കുന്നതാണ്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റാറ്റസിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യേണ്ടതെങ്കിൽ അപ്പോൾ അതിനായിട്ട് തീർച്ചയായും നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാറ്റസ് സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ അയക്കാൻ പോവാണ്. എൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ഇനിയിപ്പോൾ ഞാനിവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ഇമോജിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൊക്കേഷൻ ഐക്കൺ കാണാൻ സാധിക്കും. അതൊന്ന് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ കറണ്ട് ലൊക്കേഷൻ അല്ലെങ്കിൽ ഏത് ലൊക്കേഷനാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഞാനിപ്പോൾ കറണ്ട് ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ വയനാട് പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ലൊക്കേഷൻ ഇവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാറ്റസ് കാണുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ അവർക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ മാപ്പിലേക്ക് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് കറക്റ്റ് ലൊക്കേഷൻ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വഴിയാണ്. ഇപ്പോൾ ഒരു ഫോട്ടോ നമ്മൾ അയക്കുകയാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ അയക്കുമ്പോൾ നമുക്ക് എങ്ങനെ അതിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ മുജീബ് സാറിൻ്റെ ചാറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ഫോട്ടോ അയക്കാൻ പോവാണ്. ഫോട്ടോ എടുത്തു. അതിനുശേഷം ഞാനിവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു, കറണ്ട് ലൊക്കേഷൻ കൊടുക്കുന്നു, സെറ്റ് ചെയ്യുന്നു, അയക്കുന്നു. പുള്ളിക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സാറ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഇമേജ് കാണുന്നു. ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഗൂഗിൾ മാപ്പിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ എവിടെയാണോ കറൻ്റ്ലി നിൽക്കുന്നത് ആ ലൊക്കേഷൻ വളരെ സിമ്പിളായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ഇമേജിലാണ്. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോസിലും ഇങ്ങനെ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് അയക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ ക്യാമറ ഓപ്പൺ ചെയ്യുന്നു. എൻ്റെ വീഡിയോ ഇതൊരു വീഡിയോ ആണ്. ഞാൻ വീഡിയോ എടുത്തു. ഈ വീഡിയോയിൽ ഞാനൊരു ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ പോകണം. എൻ്റെ ലൊക്കേഷൻ കറണ്ട് ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നു. ഇത് എവിടെയെങ്കിലും വെക്കുന്നു, സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ സാറിന് വീഡിയോ ആയിട്ടും എൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. സാർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലൊക്കേഷൻ കാണുന്നു. ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. നേരെ ഗൂഗിൾ മാപ്പിലേക്ക് പോകും. എൻ്റെ കറണ്ട് ലൊക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ മുജീബ് സാറിനാണ് അയച്ചത്. ഇനിയിപ്പോൾ മുജീബ് സാർ ഈ ഒരു മെസ്സേജ് വേറൊരാൾക്ക് ഫോർവേഡ് ചെയ്താലും അവർക്ക് ആ ഇമേജിൽ കറൻ്റ്ലി ഞാൻ സെറ്റ് ചെയ്ത് വെച്ച ലൊക്കേഷൻ കാണാൻ സാധിക്കും. അവർക്കത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവർക്ക് ആ ഒരു ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലേക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക്. ഇതൊരു വ്യത്യസ്തമായ ഒരു പുതിയ അറിവാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. ഇനിയിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിലുള്ള ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അതായത് സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലായിട്ട് എഴുതി വിടുന്ന ഫോണ്ട് മാറ്റി വ്യത്യസ്തമായ ഫോൺസ് അങ്ങനെ കൊടുക്കാമെന്നാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോർമലായിട്ട് ഈ ഒരു ഫോണ്ട് മാത്രമേ നമുക്ക് ഇത് കിട്ടുന്നുള്ളൂ, അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാൽ നമുക്ക് ഈ ഒരു ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കളറിൻ്റെ ഒരു കളർ പാലറ്റ് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കളറ് ചേഞ്ച് ചെയ്യുന്ന കാണാൻ സാധിക്കും. മുകളിലോട്ടും താഴോട്ടും ആക്കുമ്പോൾ കളർ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ജസ്റ്റ് ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിലേക്കോ ഒന്ന് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണ്ട് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഫോണ്ട് മാറുന്ന കാണാം. ജസ്റ്റ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയാണെങ്കിൽ പഴയ ഫോണിലേക്കും പുതിയ ഫോണിലേക്കും മാറാവുന്നതാണ്. ഈ ഒരു ഫോണ്ട് സെറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് അയക്കുകയാണെങ്കിൽ പുതിയ ഫോണ്ട് കിട്ടി. കണ്ടില്ല, ഇതൊരു ഹിഡൻ ട്രിക്കാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ട്രിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മൂന്നാമത്തെ ട്രിക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് സ്റ്റാറ്റസ് വീഡിയോസും നമ്മൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് അതിൻ്റെ ശബ്ദം അല്ലെങ്കിൽ മ്യൂസിക് മാത്രം മറ്റുള്ളവർ കണ്ടാൽ മതി, വീഡിയോ കാണണ്ട എന്ന് ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മ്യൂസിക് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് മ്യൂസിക് അടിപൊളിയായിരിക്കും, പക്ഷേ അതിലുള്ള സീനുകളൊന്നും അത്ര കാണാൻ നല്ലതായിരിക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു മ്യൂസിക് കാണിക്കാതെ തന്നെ ആ ശബ്ദം മാത്രം കാണിച്ചുകൊണ്ട് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഉദാഹരണത്തിന് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഞാനിപ്പോൾ സ്റ്റാറ്റസിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യും. ഈ വീഡിയോയിൽ ഒരു മ്യൂസിക് ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള സീനൊന്നും ആരും കാണണ്ട. ഓക്കെ, ഇത് മൊത്തം മറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മ്യൂസിക് മാത്രം വെച്ചാൽ മതി. അതിനായിട്ട് സിമ്പിളായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു പേനേൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെ ഐക്കൺ. മുകളിലോട്ടും താഴോട്ടും നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പോട്ടെ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ വീഡിയോൻ്റെ മുകളിൽ നിന്ന് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ മൊത്തം ബ്ലാക്ക് ആയി പോയി. ഓക്കെ, ഇനി നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അവർക്ക്
ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു വീഡിയോയിലുള്ള മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് മാത്രമേ അവർക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ, അതിലുള്ള വീഡിയോസ് അവർക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ട്രിക്ക്. ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നാലാമത്തെ ട്രിക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇത് ആക്ച്വലി ഒരു ട്രിക്കല്ല, ഇത് വാട്സപ്പിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ്. നമ്മുടെ വാട്സപ്പിൻ്റെ സെക്യൂരിറ്റി ഒന്നുകൂടി കൂട്ടാനുള്ള ഒരു ഫീച്ചറാണ്, അതായത് ഫിംഗർ പ്രിന്റ് ലോക്ക്. ഇനി മുതൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് ഒഫീഷ്യലായിട്ട് ഫിംഗർ പ്രിന്റിലൂടെ ലോക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോഴത്തെ എല്ലാ ഫോണുകളിലും ഫിംഗർ പ്രിന്റ് ലോക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് വാട്സപ്പ് ലോക്ക് ചെയ്യലായിരിക്കും. എന്നാൽ ഇനി മുതൽ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. നമുക്ക് വാട്സപ്പിലൂടെ തന്നെ വാട്സപ്പിന്റെ ഫിംഗർ പ്രിന്റ് സെക്യൂരിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാട്സപ്പ് ലോക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ സെറ്റിംഗ്സിലേക്ക് പോകുക. സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൈവസി എന്ന് കാണാൻ സാധിക്കും. പ്രൈവസിയിൽ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫിംഗർ പ്രിന്റ് ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഒരു ഓപ്ഷൻ കൂടി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ബാക്കിൽ ഫിംഗർ പ്രിന്റിൽ ചില ഫോണുകളിൽ ഫ്രണ്ടിലാണ്, ഇവിടെ അങ്ങ് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കറന്റ് ഈ ഒരു ഫിംഗർ പ്രിന്റ് ലോക്ക് സിസ്റ്റം ഫീച്ചർ എന്ന് പറയുന്നത് വാട്സപ്പ് ബീറ്റ യൂസേഴ്സിന് മാത്രമാണ്. അപ്പോൾ വാട്സപ്പ് ബീറ്റ യൂസർ ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കിട്ടും. ഇനി വാട്സപ്പ് ബീറ്റ യൂസർ അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു ഫീച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഉടനടി വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ബീറ്റയിലേക്ക് മാറുക. അപ്പോൾ നമ്മൾ നമ്മുടെ അഞ്ചാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് ട്രിക്കിലേക്ക് കടക്കാൻ പോകണം. ലാസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ടും എങ്ങനെ മെസ്സേജ് അയക്കാം എന്നാണ്. അതായത് പ്രൈവറ്റ് ആയിട്ട് ഗ്രൂപ്പിലൂടെ എങ്ങനെ മെസ്സേജ് അയക്കാം എന്നതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. സോ നിങ്ങളിപ്പോൾ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു, ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയക്കുന്നു. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചു, ആ ഒരു ആൾക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയക്കണം. അതിനായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചു, ഓക്കെ, ജസ്റ്റ് നിങ്ങളിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇയാൾക്കൊരു എന്താ പറയുക പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയക്കണം. ഗ്രൂപ്പിൽ അയക്കരുത്, മറ്റുള്ള ആരും കാണരുതെന്ന് വിചാരിക്കും. സിമ്പിൾ ആയിട്ട് ഒരു മെസ്സേജ് ക്ലിക്ക് ചെയ്യുക, മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതാ റീപ്ലൈ പ്രൈവറ്റ്ലി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ അയക്കാം, സെൻഡ് കൊടുക്കുക. അയാൾക്കായിരിക്കും ഗ്രൂപ്പിൽ നിന്ന് പെട്ടെന്ന് തന്നെ അയാൾക്ക് പ്രൈവറ്റ് ആയിട്ടായിരിക്കും മെസ്സേജ് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ട്രിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 5 വാട്സപ്പ് ട്രിക്സും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹപൂർവ്വം അരുൺ.